ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധ എവിടെയാണ്? ലോകം മുഴുവനും ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആരവത്തിലേക്ക് ചേർന്നു കഴിഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങൾ ടെലിവിഷന്റെ മുൻപിലും മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലും മണിക്കൂറുകളോളം ഫുട്ബോളിൻ്റെ ആ ഒരു ലഹരി ആസ്വദിക്കുന്ന തിരക്കിലാണ്. ഓരോ ഗോളും അവര് ആസ്വദിക്കുകയാണ്. ഓരോ മത്സരത്തിനു വേണ്ടിയും ഉറക്കമില്ലാതെ രാത്രികളിൽ കാത്തിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ജനതയുടെ ശ്രദ്ധയെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. കളിയും അതിൻ്റെ സന്തോഷവും ഒക്കെ തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മളോടൊരു കാര്യം ആത്മാർത്ഥമായി ഒന്ന് ചോദിക്കേണ്ട ഒരു സമയമാണ്. ലോകം ഇത്രയധികം ആവേശത്തോടുകൂടി ഒരു ഫുട്ബോള് കളിക്ക് വേണ്ടി അല്ലെങ്കിൽ അത് കാണുവാനുള്ള ഒരു പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചോ ആ നിത്യ ജീവന്റെ അവകാശത്തെക്കുറിച്ചോ ആ നിത്യ രാജ്യത്തെക്കുറിച്ചോ എത്ര പേര് കാത്തിരിക്കുന്നുണ്ട്? ഇന്ന് ലോകമെടുത്താൽ നിരവധി സംഭവ വികാസങ്ങൾ നമ്മളുടെ ശ്രദ്ധയെ ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മൾ മനസ്സ് തിരിക്കണമെന്ന് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ മാസം 24-ാം തീയതി വെനിൻസുല എന്ന് പറയുന്ന രാജ്യത്തെ നടുക്കിക്കൊണ്ട് 2 ഭൂകമ്പങ്ങൾ ഉണ്ടായി എന്ന് പത്രമാധ്യമങ്ങളിലൂടെ അഥവാ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. 7.2 and 7.5 മാഗ്നിറ്റ്യൂഡിൽ 39 സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന 2 ഭൂചലനങ്ങളാണ് വെനിസ്വേലയിലേക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് കടന്നു വന്നത്. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ നിലംപതിക്കുകയും 2500-ലധികം വ്യക്തികൾ മരണപ്പെടുകയും ഏകദേശം ഒരു 11,000-ലധികം ജനങ്ങൾക്ക് സാരമായ പരിക്കുകൾ പറ്റി കടന്നു പോവുകയും ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഒരു പരിപൂർണമായ വിജയത്തിലേക്ക് കടന്നു ചെന്നിട്ടില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും കൂടുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ആ രാജ്യം 7 ദിവസത്തെ ദുഃഖാചരണമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നിരവധി പേര് പല സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുമല്ലെങ്കിൽ നിരവധി കുടുംബങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടമായ ഒരു സംഭവമായി ഈ ഒരു ഭൂകമ്പം കടന്നു വരുമ്പോൾ പലപ്പോഴും പലരും ഇപ്പോഴും കാണാമറയത്താണ്, മിസ്സിംഗ് ആണ്. കാണാതായവർക്ക് വേണ്ടി അവിടെ തിരച്ചിൽ തുടരുന്ന ഈ ഒരു കാലഘട്ടം. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഇതൊരു മുന്നറിയിപ്പായി നമ്മൾ കരുതണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു വിളിയായി നമ്മൾ കരുതണം. എന്ന് വെച്ചാൽ ഈ ലോകത്ത് ചിലതൊക്കെ ഇളകുന്നു എങ്കിൽ ഇളകാത്ത ഒരു രാജ്യത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയുടെ അല്ലെങ്കിൽ ആ വിളി, ആ മുന്നറിയിപ്പായി ഇതുപോലെയുള്ള ചില സംഭവ വികാസങ്ങളെ നമ്മൾ കാണണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമം ഹഗ്ഗായി എന്ന് പറയുന്ന പ്രവാചകൻ തന്റെ പ്രവചന പുസ്തകത്തിൽ 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി: സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്കുവാൻ പോകുന്നു എന്ന ഒരു പ്രവചനം കടന്നു വരികയാണ്. വളരെ
ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ വചനമൊന്ന് നോക്കിക്കാണുകയാണെങ്കിൽ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇളകാത്ത രാജ്യത്തിലേക്ക് നമ്മെ വിളിക്കുകയാണ്. ചില സംഭവങ്ങള് ലോകത്തിന്റെ മുമ്പില് പല രാജ്യങ്ങളുടെ നടുവില് കടന്നു വരുമ്പോൾ നമ്മൾക്ക് ഭയമല്ല വേണ്ടത്, നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. നമ്മൾ വചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കി യേശുക്രിസ്തുവാകുന്ന ജീവനുള്ള ദൈവത്തിങ്കിലേക്ക്, കർത്താവായ യേശുക്രിസ്തുവിലേക്ക് മനസ്സ് തിരിച്ച് കടന്നു വരുവാനുള്ള ഒരു ആത്മീയ വിവേകം ഇതിലൂടെ നമ്മൾ ഏറ്റെടുക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ ആദ്യ ഭാഗങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ അവിടെ ഒരു സംഭവം ഇങ്ങനെ പറയുകയാണ്. സീലാഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഒരു ചോദ്യം അവിടെ ചോദിക്കുകയാണ്. അല്ല എന്ന് ഞാൻ പറയുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നതിന് ശേഷം പശ്ചാത്തപിക്കണമെന്നാണ് പഠിപ്പിക്കുക. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പശ്ചാത്തപിക്കണമെന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ മടങ്ങി വരണമെന്നുമുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ മുമ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങള്, ഭൂകമ്പങ്ങള്, വെള്ളപ്പൊക്കത്തിന്റെ കെടുതികള്, കാട്ടുതീയ്, അതുപോലെ അസാധാരണമായ ആകാശത്തിലും ഭൂമിയിലുമുള്ള ചില പ്രതിഭാസങ്ങളെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ദൈവം ഈ ഒരു പ്രതിഭാസങ്ങളിലൂടെ എന്നോട് എന്താണ് സംസാരിക്കുന്നത്? അടയാളങ്ങൾ ദൈവം നമുക്ക് തരുന്നത് നമ്മളെ ഭയപ്പെടുത്തുവാനല്ല, മറിച്ച് നമ്മളെ ഓരോരുത്തരെയും ഉണർത്തുവാനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെനിസുലായിൽ ഭൂകമ്പം, യൂറോപ്പ് മുഴുവൻ അസാധാരണമായ ചൂടിലൂടെ കടന്നു പോകുന്ന സാഹചര്യം, യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്, പല രാജ്യങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ മാരകമായ മഹാമാരികൾ, പകർച്ചവ്യാധികൾ, അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചില അടയാളങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കഴിഞ്ഞ ഭൂകമ്പം, വെനിസുലായിലുണ്ടായ ഭൂകമ്പത്തിന് ശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആകാശത്ത് അസാധാരണമായ ചില കാഴ്ചകൾ കാണുവാൻ ഇടയായതായി പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കാണുവാൻ പറ്റി. വെനിസുലായിലെ കാരക്കാസ് എന്ന് പറയുന്ന സ്ഥലത്ത് അത്യന്തം ചുവന്ന നിറത്തിൽ ആകാശം കാണപ്പെട്ടത് നമ്മളെല്ലാം കണ്ടതാണ്. ശാസ്ത്രജ്ഞന്മാര് അതിനെക്കുറിച്ച് വിശദീകരിച്ചത് ഇത് ഭൂകമ്പം മൂലമുണ്ടായ ഒരു പ്രതിഭാസമല്ല, മറിച്ച് കാൻഡിലാസോ എന്ന് പറയുന്ന ഒരു സാധാരണ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് എന്നാണ് സയൻസ് ഇതിനെ വ്യക്തമാക്കിയത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കാൻഡിലാസോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് ശാസ്ത്രലോകം ഇതിനെ വെളിപ്പെടുത്തി അതിനൊരു ഒരു വലിയ പ്രതികൂലമൊന്നുമല്ല എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു വിശ്വാസി, യേശുക്രിസ്തുവിലും ദൈവത്തിന്റെ പരിശുദ്ധ വചനത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമെന്ന് പറയുന്നത് നിസ്സാരവും ക്ഷണികവുമാണ്. ഒരു സൃഷ്ടിയും ഈ ലോക ചരിത്രത്തിൽ സ്ഥിരമായി നിൽക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് വളരെ ഉറപ്പുള്ളതും എന്നാൽ വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ അതിന്റെ സമയം, യേശുക്രിസ്തു എന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വരും, രണ്ടാമത്തെ വരവെന്ന് നമുക്കറിയില്ല.
ബൈബിള് പറയുന്നു പിതാവിന് മാത്രമാണ് ആ ഒരു സമയത്തെക്കുറിച്ച് അറിവുള്ളത് എന്ന് ബൈബിള് വ്യക്തമാക്കുമ്പോൾ, യേശുക്രിസ്തു വ്യക്തമാക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും എല്ലായ്പ്പോഴും ആത്മീയമായി തയ്യാറായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പ് എന്ന് പറയുക. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ഈ ഒരു ആകാശത്ത് വെനിസുലായിൽ ഉണ്ടായ ഒരു ഭാവവ്യത്യാസത്തെ നമ്മളൊന്ന് നോക്കിക്കാണുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, ജോയൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 30-ഉം 31-ഉം വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രവാചകനായ ജോയല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ എല്ലാവരുടെ മേലും നിവേശിപ്പിക്കുമെന്നുള്ള പ്രവചനം, ആ ഒരു വലിയ സന്ദേശം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിന്റെ മഹത്വവും ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും എന്നൊരു മുന്നറിയിപ്പ് സന്ദേശം നൽകുകയാണ്. ഇത് നമ്മളൊന്ന് ചേർത്ത് പഠിക്കുമ്പോൾ എന്താണ് ദൈവം നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 19:1 ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആകാശവിധാനങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിച്ച, ദൈവത്തിന്റെ വചനത്തിലൂടെ പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന പ്രവചനങ്ങൾ നിറവേറുവാൻ തക്കവിധം ആകാശത്ത് ദൈവത്തിന്റെ പദ്ധതികളെ, അല്ലെങ്കിൽ ആ കരവേലകളെ വിളംബരം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള ആത്മീയ തയ്യാറെടുപ്പിലേക്ക് ഓരോ വിശ്വാസിയും കടന്നു പോകണം. ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ളതെല്ലാം ദൈവം തൻ്റെ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളിലൂടെ, ഈ പ്രകൃതിയിൽ ദൈവം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയുവാനുള്ളതെല്ലാം ഈ പ്രകൃതിയിൽ ഉണ്ട് എന്ന് റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇതൊന്നും കണ്ടിട്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുവാനുള്ള ഒരു സാവകാശം ഇനി നമുക്ക് കിട്ടുകയില്ല. കാരണം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് ദൈവത്തിന്റെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ഒഴികഴിവില്ല എന്ന് റോമാലേഖനം 1:20 സെന്റ് പോൾ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രകൃതിയിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിന്റെ മുന്നറിയിപ്പാണ്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിവാകുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ, ഒഴികഴിവില്ല എന്ന് വചനം വ്യക്തമാക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹഗ്ഗായി പ്രവാചകൻ 2:6 പറഞ്ഞു വെച്ചിരിക്കുന്നത്, ആകാശവും ഭൂമിയും കരയും കടലും ഞാൻ ഇളക്കും എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ഏത് പശ്ചാത്തലത്തിലാണ് ഹഗ്ഗായി പ്രവാചകൻ അത് പറഞ്ഞത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ പറയുന്ന, അതായത് ആകാശവും ഭൂമിയും കരയും കടലും ഇളക്കുമെന്ന് ദൈവം പറയുന്ന പശ്ചാത്തലം, ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങുമ്പോൾ അവര് ദൈവത്തിന് ഒരു ആലയം പണിയുന്നതിൽ താല്പര്യം കാണിച്ചില്ല. അവരവര് എന്ത് ചെയ്തെന്നറിയാമോ? സ്വന്തമായി അവർക്ക് വീടുണ്ടാക്കുവാനും ആ വീട് മനോഹരമാക്കുവാനും മാത്രം ശ്രദ്ധ തിരിച്ചു കടന്നു പോയപ്പോൾ, ആ ഇസ്രായേൽ ജനത്തിന്റെ അവരുടെ മുൻഗണനകൾ മാറ്റുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹഗ്ഗായി പ്രവാചകനിലൂടെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആ മുന്നറിയിപ്പ് കൊടുക്കുന്ന സമയത്താണ് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും എന്ന് ദൈവാത്മാവിലൂടെ ഹഗ്ഗായി പ്രവാചകൻ അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവം ഒന്ന് ഇളക്കുവാൻ തീരുമാനിച്ചാൽ, ദൈവം ഒന്ന് ഇളക്കിയാൽ രാജ്യങ്ങള് ഓരോന്നോരോന്നായി ഇളകിത്തുടങ്ങും. രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക വ്യവസ്ഥിതികള് ഇളകിത്തുടങ്ങും. പ്രകൃതി ഇളകിത്തുടങ്ങും. മനുഷ്യന്റെ ആത്മവിശ്വാസം ഇളകിത്തുടങ്ങും.
എന്തിനായിരിക്കും ഇങ്ങനെയുള്ള ചില ഇളക്കങ്ങളുടെ അടയാളങ്ങൾ ദൈവാത്മാവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ, ഇളകാത്ത രാജ്യത്തിന്റെ അധിപനായ രാജാവായ യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി മടങ്ങി വരുവാനുള്ള മുന്നറിയിപ്പായിട്ട് ഈ പ്രകൃതി ദുരന്തങ്ങള് അല്ലെങ്കിൽ ആകാശ വിധാനങ്ങളിലുമൊക്കെ കാണുന്ന ചില മുന്നറിയിപ്പുകളെ നമ്മൾ കാണണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിള് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ പഴയ നിയമം പരിശോധിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ സീനായി മല തന്നെ ഇളകി മറിഞ്ഞ് അല്ലെങ്കിൽ ഇളക്കി മറിച്ച ഒരു സംഭവമാണ് പുറപ്പാട് 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ സാന്നിധ്യം അല്ല, ദൈവം തന്നെ സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോൾ സീനായി മലയിൽ ഒരു കാഹളധ്വനി ഉച്ചത്തിൽ മുഴങ്ങുന്നത് നമുക്ക് വായിക്കുവാൻ പറ്റും. അവിടെ ഇടിമുഴക്കമുണ്ടായി, മിന്നൽ പിണറുണ്ടായി. കർത്താവ് അഗ്നിയിലാണ് സീനായ് മലയിലേക്ക് ഇറങ്ങി വന്നത്. അഗ്നിയില് ദൈവം സീനായ് മലയിൽ ഇറങ്ങി വന്നപ്പോൾ ആ സീനായ് മല ധൂമാവൃതമായി, അവിടെ പുക ഉയർന്നു, മല ശക്തമായി ഇളകി വിറച്ചുവെന്ന് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 16 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുമ്പോ പ്രകൃതി പോലും ഇളകിമറിയും. അതുപോലെ തന്നെയാണ് സംഖ്യയുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തില് കോരഹ് മോശയ്ക്ക് എതിരെ തിരിയുകയും കലഹിക്കുകയും ചെയ്ത സമയം മോശ ദൈവത്തിന്റെ സന്നിധിയിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു. ഈ സമയം മോശയെ നിന്ദിച്ചതിലൂടെ ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ, അല്ലെങ്കിൽ എന്താ പറയുക, ദൈവത്തെ നിന്ദിച്ച കോരഹനെയും അനുചരന്മാരെയും കുടുംബാംഗങ്ങളെയും ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് ബൈബിൾ പറയുക. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം, ആ വിശുദ്ധിയുടെ സാന്നിധ്യം ഭൂമിയെ പിളർത്തുവാൻ കരുത്തുള്ളതായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം, നമ്മൾ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യം കടന്നു വന്ന സ്ഥലങ്ങളിലെല്ലാം പ്രകൃതിയിൽ വലിയ വ്യത്യാസങ്ങൾ കടന്നു വന്നതായി നമുക്ക് കാണുവാൻ പറ്റും. മൂന്നാമതായി ഏലിയ പ്രവാചകൻ. ഏലിയായുടെ അനുഭവത്തെ നമ്മൾ പഠിച്ചാൽ എന്താ പറയുക, ഭൂകമ്പം ഉണ്ടായതായി ബൈബിള് 1 രാജാക്കന്മാര് 19-ാം അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഹോറബ് മലയിൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി തീഷ്ണതയിൽ ജ്വലിക്കുകയായിരുന്ന ഏലിയ കർത്താവിന്റെ സന്നിധിയിൽ നിന്നപ്പോ മലകള് പിളരുകയും പാറകൾ തകരുകയും കൊടുങ്കാറ്റ് വീശുകയും ഭൂകമ്പം ഉണ്ടാവുകയും കൊടുങ്കാറ്റെടുക്കുകയും അഗ്നി കടന്നു വരികയും ഒക്കെ ചെയ്തു. അവിടെ ബൈബിള് പറയുന്നുണ്ട്, ഭൂകമ്പത്തിലും കൊടുങ്കാറ്റിലും അഗ്നിയിലും കർത്താവില്ലായിരുന്നു. പക്ഷേ അഗ്നി അടങ്ങിയപ്പോ, ഭൂകമ്പവും കൊടുങ്കാറ്റും അടങ്ങിയപ്പോ ഒരു മൃദുവായ സ്വരം ഏലിയ പ്രവാചകൻ കേൾക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ജനമേ, പ്രകൃതിയിലെ ചില മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണുവാൻ പറ്റും. എന്നാൽ പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തോടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ജോയേൽ പ്രവാചകൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. ജോയേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറയുകയാണ്, കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നു. കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്ത വാക്ക് പറയുകയാണ്, അത്യാസന്നമായിരിക്കുന്നു എന്ന് വെച്ചാൽ അത്രയേറെ. നമ്മള് അത്യാസന്നമായി എന്നൊക്കെ പറയുമ്പോൾ രോഗിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോഴാണ് അത്യാസന്ന നിലയിൽ എന്നൊക്കെ പറയുക, അല്ലേ? ഇവിടെ കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും എന്താ പറയുക, അത്യന്താപേക്ഷിതമായ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് എന്ന നിലയിൽ അത്യാസന്നമായിരിക്കുന്നു എന്നാണ് പ്രവാചകൻ അവിടെ രേഖപ്പെടുത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്രത്തോളം ഒരുങ്ങണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലേ? അപ്പൊ കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അടയാളങ്ങൾ ജോയൽ പ്രവചനം 2-ന്റെ 30-31 കൃത്യമായി പ്രവചിക്കുകയാണ്. ഒന്ന്, രക്തം.
രണ്ട് അഗ്നി, പിന്നെന്താണ്? ധൂമപടലം. സൂര്യൻ അന്ധകാരമാകും, ചന്ദ്രൻ രക്തമായും മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഭയപ്പെടുത്തുവാനല്ല പറയുന്നത്. മനുഷ്യന്റെ മനസ്സ് ഒരു രൂപാന്തരീകരണം പ്രാപിച്ച്, മനസ്സ് പുതുക്കി രൂപാന്തരീകരണം പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് നല്ലതും ചീത്തയും എന്തെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിങ്കലേക്ക് തിരിയുവാനും പശ്ചാത്തപിക്കുവാനുമായിട്ടുള്ള മുന്നറിയിപ്പാണെന്ന് കരുതണം. ജോയൽ പ്രവചനം 2:12 അതല്ലേ നമ്മളോട് പറയുക. കർത്താവ് അരുളി ചെയ്യുകയാണ്, ഇപ്പോഴെങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും, അതായത് വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവേനെന്ന് ഒരു ദൈവം വിളിച്ചു പറയുമ്പം ഈ ഒരു അടയാളങ്ങളും പലതും നമ്മുടെ കൺമുമ്പിൽ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ കാണുമ്പോൾ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണ ഹൃദയത്തോടുകൂടി തിരിച്ചു വരണം എന്ന് ജോയൽ പ്രവാചകൻ പറയുമ്പോൾ, ജോയൽ പ്രവചനത്തിന്റെ ഒരു ഹൃദയ ഭാഗം എന്ന് പറയുന്നത് എന്നിലേക്ക് തിരിച്ചു വരൂ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ സ്വരമാണ്. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ജോയൽ പ്രവചനം ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം മാനസാന്തരപ്പെട്ട ഹൃദയത്തിൽ തന്റെ ആത്മാവിനെ വർഷിക്കുമെന്നുള്ള പ്രവചനം. ജോയൽ 2:28 സകലരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ നിവേശിപ്പിക്കുമെന്ന് പറയുന്ന, വർഷിക്കുമെന്ന് പറയുന്ന പ്രവചനം. കാലങ്ങൾക്ക് ശേഷം പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്റ്റൽ ഡേയിൽ ഈ അനുഭവം ശിഷ്യന്മാരിലേക്ക് അഗ്നിനാവുകളായി കടന്നു വരികയാണ്. ഇവിടെ ദൈവത്തിന്റെ ജനമേ, അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം വ്യാപരിച്ച ശിഷ്യന്മാരുടെ ജീവിതം പെട്ടെന്ന് തന്നെ മാറി മറിയുകയാണ്. പത്രോസ്ലീഹ ജോയൽ പ്രവചനം 2:28 നടന്ന സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവും മാനസാന്തരപ്പെട്ട് അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് പറയുമ്പോ ഓർക്കുക, അവസാന നാളുകള് അടുത്തു. അഥവാ യേശു ക്രിസ്തുവിന്റെ വരവിലൂടെ ഒരു പുതുയുഗം ആരംഭിക്കുകയാണ്. അതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാവരുടെ മേലും വർഷിക്കുന്നത്. ഹല്ലേലൂയ. ജോയൽ 2:12 അനുതപിക്കണം, തിരിച്ചു വരണമെന്ന് പറയുക. അനുതപിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിക്ഷേപിക്കുവാൻ കരുത്തെടുത്ത ദൈവം പെന്തക്കോസ്റ്റൽ ഡേയിൽ ആ അഭിഷേകം എന്താണ്? ശിഷ്യന്മാരുടെ മേൽ അയക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ കടന്നു വന്നതിന് ശേഷം സഭയുടെ ആരംഭം പരിശുദ്ധാത്മാവിലൂടെ ഇവിടെ തുടങ്ങിക്കഴിയുമ്പോൾ ക്രിസ്തുവിലൂടെ ഒരു പുതുയുഗം ആരംഭിക്കുകയാണ്. അതിന്റെ കാരണമെന്ന് പറയുക, യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം രക്ഷയുടെ വാതിൽ മാനവരാശിയുടെ മുമ്പിൽ തുറക്കുന്നത്. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൽ എല്ലാവരും വിശ്വസിക്കണമെന്നുള്ളത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നില്ലേ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. യേശു ക്രിസ്തുവിലൂടെ ദൈവം രക്ഷയുടെ വാതിൽ തുറക്കുകയാണ്. അതുകൊണ്ടാണ് ജോയൽ പ്രവചനം 2:32 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നുള്ള പ്രവചനം കടന്നു വരിക ജോയൽ പ്രവാചകനിലൂടെ. ഈ പ്രവചനം അപ്പോസ്തല പ്രവൃത്തികൾ 2:21 പത്രോസ്ലീഹ ഏറ്റെടുത്ത് പറയുകയാണ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന സത്യം. അതുപോലെ തന്നെ ആ ആത്മാവിൽ വ്യാപരിച്ചത് ഈ 2:28 നടന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണമാണെന്നും പത്രോസ്ലീഹ അവിടെ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ആകാശത്തിൽ അത്ഭുതം, ഭൂമിയിൽ അടയാളം, രക്തവും അഗ്നിയും ധൂമപടലവും ജോയൽ പ്രവാചകൻ പറഞ്ഞത് പത്രോസ്ലീഹ വീണ്ടും അവിടെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവും പ്രകൃതിയും തമ്മിലുള്ള ഒരു വലിയ ആത്മബന്ധത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് പ്രകൃതിയുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് സുവിശേഷം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. യേശുക്രിസ്തു കാറ്റിനെ ശാസിക്കുന്നു, യേശുക്രിസ്തു കടലിനെ ശാന്തമാക്കുന്നു, യേശുക്രിസ്തു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു, യേശുക്രിസ്തു കടലിന്റെ മുകളിലൂടെ നടക്കുന്നു. എന്തുകൊണ്ട്? ഹല്ലേലൂയ. ഈ പ്രകൃതിയെ
സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവമാണ് യേശുക്രിസ്തു എന്നതുകൊണ്ട് വെള്ളം ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയാണ്. ആ സൃഷ്ടി പോലും സൃഷ്ടാവായ ദൈവത്തെ താങ്ങി നിർത്തുമ്പം വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുവാൻ യേശുക്രിസ്തുവിന് സാധിക്കുകയാണ്. കാറ്റിനെ സൃഷ്ടിച്ചവൻ, കടലിനെ സൃഷ്ടിച്ചവൻ, തിരമാലയെ സൃഷ്ടിച്ചവൻ അവന്റെ ഒരു വാക്കിന്റെ മുമ്പില്, അവന്റെ ഒരു നോട്ടത്തിന്റെ മുമ്പില് എന്താ പറയുന്നത്? അനുസരിക്കുകയാണ്. വലതുവശത്ത് വലയെറിയുവാൻ പറയുമ്പം ആ വലതുവശത്ത് വലയെറിഞ്ഞ പത്രോസിന്റെ വലയ്ക്കുള്ളിൽ എന്താ പറയുന്നത്? മീനിന്റെ പെരുപ്പം കാരണം അത് വലിച്ചു കയറ്റുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. കാരണം മത്സ്യം സൃഷ്ടിയാണ്. സൃഷ്ടാവിന്റെ വാക്ക് അനുസരിച്ച് ഒരു രാത്രി മുഴുവൻ മത്സ്യബന്ധനം നടത്തിയിട്ട് കടലിനെ അറിയാവുന്ന പത്രോസിന്റെ മുമ്പിൽ മീൻ കിട്ടാതിരുന്നപ്പോൾ കടലിനെ സൃഷ്ടിച്ച, മത്സ്യത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം കരയിലിരുന്ന് പത്രോസിനോട് പറഞ്ഞു വലതുവശത്ത് വലയെറിയുവാൻ. ഈ സമയം സൃഷ്ടിയായ മത്സ്യങ്ങള് പത്രോസിന്റെ വലയിലേക്ക് വന്ന് കയറിയെങ്കിൽ ഓർക്കുക, പ്രകൃതിയിലുള്ള ദൈവം സൃഷ്ടിച്ച സകലതിന്റെ മേലുമുള്ള ദൈവത്തിന്റെ അഭേദ്യമായ ബന്ധത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. കൊടുങ്കാറ്റ് പോലും യേശുക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച് എന്താ പറയുന്നത്? സ്വതന്ത്രമായ ഒരു ഫ്രീ വില്ലും നൽകി എന്താ പറയുന്നത്? ദൈവം ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ചപ്പോൾ ആ മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചില്ല. ഇന്നും ലോക ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച് നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു യേശുക്രിസ്തുവിനെ അനുസരിക്കാതെ, അവന്റെ വാക്ക് കേൾക്കാതെ, അവന്റെ വചനം അനുസരിക്കാതെ കടന്നു പോകുന്ന ജനത്തിന്റെ നടുവിലല്ലേ നമ്മളും ഇന്ന് ജീവിക്കുക? ഇല്ലേ? പഴയ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ പോയാൽ യേശുക്രിസ്തു സൃഷ്ടിച്ച ജനം തന്നെ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ് അവനെ കുരിശിൽ തറച്ച് കൊന്നില്ലേ? കുരിശ് മരണം സംഭവിക്കുമ്പോ, യേശുക്രിസ്തുവിന്റെ ശാരീരിക മരണം സംഭവിക്കുമ്പോൾ ഒരു ദൈവത്തിന് എങ്ങനെ മരിക്കാൻ പറ്റും? ജീവന്റെ സോഴ്സായ, ജീവന്റെ ഉറവിടമായ യേശുക്രിസ്തുവിന് അങ്ങനെ മരിക്കാൻ പറ്റും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ശരീരത്തിൽ ആ മരണം ഏറ്റെടുക്കുകയാണ്. അപ്പം ആ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ മരണം ഏറ്റെടുക്കുമ്പോ, കുരിശുമരണം സംഭവിക്കുമ്പോ പ്രകൃതിയിൽ അടയാളങ്ങൾ നമ്മൾ കാണുന്നില്ലേ? സൂര്യൻ ഇരുണ്ടുപോയില്ലേ? എന്ന് വെച്ചാൽ സൃഷ്ടാവായ ദൈവത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ സൂര്യൻ അസ്തമിച്ചു. ഒരുവൻ പോലും അവന്റെ നഗ്നത കാണരുതെന്ന് തിരിച്ചറിഞ്ഞ സൂര്യനെ ദൈവം സൃഷ്ടിച്ചതാ. ആ സൂര്യൻ പോലും എന്താണ്? സൃഷ്ടാവിന്റെ നഗ്നതയെ മറച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൂര്യനെ ആരാധിക്കുന്ന ഒരു ജനം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ സൂര്യൻ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം നടക്കുന്ന സമയം എന്താ പറയുന്നത്? സാത്താനുമായി ഡീല് ക്ലോസ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, സൂര്യൻ അങ്ങ് അസ്തമിച്ചു. ഈ സമയം സാത്താനുമായി യേശുക്രിസ്തു ഡീല് ക്ലോസ് ചെയ്തു. മനുഷ്യന് നിത്യരക്ഷ പ്രദാനം ചെയ്യുവാൻ രക്തം ചിന്തിക്കൊണ്ട് യേശുക്രിസ്തു കുരിശുമരണം പൂർത്തീകരിക്കുകയാണ്. ഈ സമയം നമ്മൾ നോക്കുക, സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ കീറിമാറി. നിങ്ങൾ ഇതൊക്കെ യാദൃച്ഛികമായി സംഭവിച്ചതായി നിങ്ങൾ കരുതുന്നുണ്ടോ? സൃഷ്ടാവായ ദൈവത്തിന്റെ മരണത്തെ താങ്ങുവാൻ, സൃഷ്ടിക്ക് താങ്ങാനാകാത്ത ഒരു വേദനയിലൂടെ കടന്നുപോയപ്പോൾ അവരത് പ്രതികരിച്ചു. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ മുന്നോടിയായി പ്രകൃതി പോലും നമ്മുടെ മുമ്പിൽ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരും, ചില അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. ഇനിയും നമ്മൾ പഠിച്ചില്ലെങ്കിൽ, ഇനിയും നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ഇനിയും നമ്മൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ലോകത്ത് തന്നെ നമ്മുടെ ജീവിതം നഷ്ടമാകുമെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ തന്നെ തീർന്നു പോകും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 25 തൊട്ട് 33 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ബൈബിള് പറയുക. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് വചനം വ്യക്തമാക്കുന്നു. കടലിന്റെ തിരമാലയുടെ ഇരമ്പൽ നമ്മുടെ ജീവിതത്തിൽ സംഭ്രമം ഉളവാക്കും, ഭീതി ഉളവാക്കും. ആകാശ ശക്തികൾ ഇളകി മറിയും.
പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തില് അവസാന കാലഘട്ടത്തിന്റെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെയും അടയാളം എന്ത് എന്ന് ശിഷ്യന്മാര് ഒലിവുമലയിൽ ഇരിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിനോട് ചോദിക്കുമ്പം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കും, ക്ഷാമമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, മഹാമാരികൾ കടന്നു വരും, ജനം ജനത്തിനെതിരായി തിരിയും, രാജ്യം രാജ്യത്തിനെതിരായി തിരിയും. ഇതൊക്കെ സംഭവിക്കും എന്ന് ബൈബിൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഭയപ്പെടുകയല്ല പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ തല ഉയർത്തണം. കാരണം രക്ഷയുടെ ആ വലിയ സമയം അടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്, ആഗമനം ഏറ്റവും അടുത്തിരിക്കുന്ന സമയമായി നമ്മൾ ഇതിനെ കാണണം. ഇത് ഒരു ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ എന്ന് ബൈബിള് പറഞ്ഞു തരുമ്പോൾ ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ പ്രതികൂലങ്ങള് അവസാനിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ മാത്രമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കാരണം ഒരു സ്ത്രീക്ക് ഈറ്റുനോവ് എന്ന് പറയുന്നത് ലേബർ പെയിൻ ആണ്, പ്രസവ വേദനയാണ്. ആ പ്രസവ വേദന അവസാനിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ജനനത്തോടു കൂടിയാണ്. ഇനി ഈ കാണുന്ന സമൂഹത്തിലും രാജ്യങ്ങളിലും അല്ലെങ്കിൽ പ്രകൃതിയിലുമൊക്കെ കാണുന്ന ഈ പ്രതിഭാസങ്ങൾ, ഈ പ്രതികൂലങ്ങൾ അവസാനിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഈ ലോകത്ത് സംഭവിക്കണം. അതിന് നമ്മൾ ഒരുങ്ങിയേ മതിയാകൂ. ഇന്ന് കടന്നു പോകുന്ന ഈ ഒരു തമാശയുടെ കാലഘട്ടങ്ങളെ മാറ്റി ഈ ലോകം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നതിന്റെ പിന്നാലെ കടന്നു പോയാൽ അപകടം നമ്മുടെ തൊട്ടു മുമ്പിലുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചറിയണം. ദൈവം കായനോട് പറഞ്ഞു, പാപം നിന്റെ പടിവാതിൽക്കൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ പടിവാതിൽക്കൽ സാത്താനിക ശക്തികൾ നമുക്കെതിരെ വിധി പ്രസ്താവിച്ചുകൊണ്ട് പലതും ഒരുക്കി വെക്കുമ്പോൾ അതിൽ നിന്നും തിരിച്ചു വരുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരാകാനും പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ക്രിസ്തുവിനെ തിരസ്കരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് ഹെബ്രായ ലേഖകൻ 12-ാം അധ്യായം, ഹെബ്രായർ 12, 25, 26 വാക്യങ്ങള് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുന്നത് നല്ലതാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. അല്ലെ? നമ്മളോട് എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ അതിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചു, എന്നാൽ ഈ അവസാന കാലഘട്ടത്തിൽ തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിച്ചത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലേ? അപ്പം സംസാരിച്ചു കൊണ്ടിരുന്നവനെ നിരസിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ എന്ന് മുന്നറിയിപ്പ് തരുമ്പോ, ഭൂമിയിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ചില പിതാക്കന്മാരെ, മുന്നറിയിപ്പ് നൽകിയവരെ നമ്മൾ നിരസിച്ചു എങ്കിൽ, അവര് രക്ഷപ്പെടാതെ എന്താ പറയുക, അനുഗ്രഹം പ്രാപിക്കാതെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ച, സ്വർഗം തുറന്ന് ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ സ്വർഗം തുറന്ന് പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ച് നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് തന്റെ രക്തം ചിന്തിയ യേശുക്രിസ്തുവിനെ നമ്മൾ തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ് എന്ന് ദൈവവചനം വ്യക്തമാക്കുമ്പോ, അടുത്തത് ഹെബ്രായ ലേഖനം 12:26 പറയുന്നു, അന്ന് അവന്റെ സ്വരം ഭൂമിയെ ഇളക്കി. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ശബ്ദം ഭൂമിയെ ഇളക്കി. എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് ഹെബ്രായ ലേഖകൻ പറയുന്നത് ഹഗ്ഗായി പ്രവചനത്തിന്റെ 2:6 വീണ്ടും പരാമർശിക്കുന്നതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരിക്കൽ കൂടി ആകാശത്തെയും ഭൂമിയെയും ഇളക്കുമെന്ന് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ഹെബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചേ മതിയാകൂ. അതിന്റെ കാരണം, ഇളകുന്നതെല്ലാം ഈ ലോകത്തു നിന്ന് നീങ്ങിപ്പോകും. ഇളകാത്ത രാജ്യം മാത്രമേ ഇവിടെ നിലനിൽക്കത്തുള്ളൂ. ഇളകുന്നതെല്ലാം നീങ്ങിപ്പോകും. ഇളകാത്തത് ദൈവരാജ്യം മാത്രമാണ്. അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. എന്തൊക്കെയാണ് ഇളകുന്നത്? നമ്മുടെ മുമ്പിൽ എന്തൊക്കെ ഇളകും? ഇല്ലേ? ഭൂകമ്പം കടന്നു വന്ന സമയത്ത് വീടുകളെല്ലാം താഴെ
പതിച്ചില്ലേ? നിരവധി കെട്ടിടങ്ങള്, ബഹുനില മന്ദിരങ്ങളെല്ലാം താഴെ പോയില്ലേ? ഇല്ലേ? നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, നമ്മുടെ വീട് ഇളകും, സമ്പത്തിളകും, പണം, ആരോഗ്യം, അധികാരം, പ്രശസ്തി, ശാസ്ത്രവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഒക്കെ നല്ലതാണെങ്കിലും ഇതൊന്നും നിത്യമായി നിലനിൽക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇളകാത്തതൊന്നു മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്, അത് ദൈവത്തിന്റെ രാജ്യമാണ്, അത് രാജാതി രാജാവായ യേശുക്രിസ്തു മാത്രമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാത്രമാണ്, നിത്യജീവൻ മാത്രമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് എന്തിനായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒബാദിയ 1:4 കർത്താവ് അരുളി ചെയ്യുന്ന ഒരു വലിയ കാര്യമുണ്ട്. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്നാണ് ദൈവത്തിന്റെ പ്രവാചകൻ പറയുക. സമീപകാലത്തെ പ്രകൃതി സംഭവങ്ങള് നമ്മളെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ഇല്ലേ? 2019, 2020 കാലഘട്ടങ്ങളില് ലോകം മുഴുവൻ ആഞ്ഞടിച്ചു കോവിഡ് എന്ന മഹാമാരി. ഇല്ലേ? പല രാജ്യങ്ങളിലും ഹേറ്റിയിൽ ഭൂകമ്പമുണ്ടായി. ഇല്ലേ? ടർക്കിയിൽ ഭൂകമ്പമുണ്ടായി. ഇന്ത്യയിൽ ഭൂകമ്പമുണ്ടായത് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ഇല്ലേ? ഭൂകമ്പങ്ങള്, പ്രളയങ്ങള് ഇതൊക്കെ വന്ന് കടന്നുപോയാലും നമ്മൾ പഠിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രളയം വരുമ്പം ദുരിതാശ്വാസം പറഞ്ഞ്, പ്രളയ ദുരിതാശ്വാസം എന്ന് പറഞ്ഞ് പണമുണ്ടാക്കുവാൻ പോസ്റ്ററും അടിച്ച് ബാനറും അടിച്ച് നമ്മൾ ഇറങ്ങും. ഭൂകമ്പം വന്നാലും സ്ഥിതി മറിച്ചല്ല. വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ആളുകളുടെ നിന്ന് പണം പിരിക്കും. 10 വീട് പണിയുവാനുള്ള പണം പിരിച്ചിട്ട് ഒരു വീട് വെച്ചു കൊടുക്കും. അല്ലെ? അതാണ് ഈ ലോകം. ആത്മീയ ലോകത്ത് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളാണ് നടക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഭൗതിക തലത്തില് ഇതിലും വലുതാണ് സംഭവിക്കുക എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. വചനം ജീവിതത്തില് നമ്മളെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ടത്. അത് ഒന്ന്, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. അത് പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ല് പോലെയാണ് എന്ന് സങ്കീർത്തനം 90:5 മോശ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. നാളത്തെ ദിവസം നമ്മൾ കാണുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അങ്ങനെയുള്ള കാലഘട്ടത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലും പകയിലും പിണക്കത്തിലും എന്താ പറയുന്നത്, പരസ്പരം പോരടിക്കുന്ന ആത്മീയ ഗോളത്തിലുള്ളവർ പോലും ഇതേ രീതിയിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇവിടെ ദൈവത്തിന് ജനമേ, ഈ അടയാളങ്ങൾ ഒന്നും പോരാ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ്. ഈ പ്രകൃതിയെ പരിപൂർണമായി നിയന്ത്രിക്കാനൊന്നും മനുഷ്യന് സാധിക്കുകയില്ല. യൂറോപ്പ് എടുക്കാം. തണുപ്പിലൂടെ കടന്നുപോയ രാജ്യങ്ങൾ ഇന്ന് 40 ഡിഗ്രിയും 50 ഡിഗ്രിയും ചൂടിന്റെ പ്രതികൂലത്തെ നേരിടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു രാജ്യവും അല്ലെങ്കിൽ ഡോളറോ പൗണ്ടോ യൂറോയോ ഒന്നും നിങ്ങൾക്ക് എന്താ പറയുക ഒരു സുരക്ഷിതത്വം തരികയില്ല. ഒരു രാജ്യവും നിങ്ങൾക്ക് സുരക്ഷിതത്വം തരികയില്ല. നമ്മളുടെ സുരക്ഷിതത്വത്തിന്റെ അടിത്തറ, അന്തിമമായ അടിത്തറ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാകുന്ന ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ഇളകാത്ത രാജ്യത്തിന്റെ നിത്യജീവന്റെ ഉറപ്പ് നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മാനസാന്തരപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഇന്ന് ദൈവാത്മാവ് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് നിത്യജീവന്റെ അവകാശിയായി മാറുവാൻ ഇന്ന് നിങ്ങൾ തയ്യാറാകണം. കാരണം പ്രതീക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല യേശുക്രിസ്തു. നിരവധി ദൈവങ്ങളുടെ പേരുകളിൽ ഒരു പേരല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ്, ഏക സത്യ ദൈവമാണ്. അവനെ അറിയുന്നതാണ് നിത്യജീവനെങ്കിൽ ഇന്ന് അറിയാതെ കടന്നു പോകുന്നതാണ് അടിമത്വം എന്ന് പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ തിരിച്ചറിയണം, യേശുക്രിസ്തു മാത്രമാണ് നമ്മളെ രക്ഷിക്കുവാൻ കരുത്തുള്ള ജീവനുള്ള ദൈവം. പഴയ നിയമം എടുത്താൽ ജലപ്രളയം വരുമെന്ന് ദൈവം നോഹയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. നോഹയുടെ കാലത്ത് പ്രളയം വരുമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് ദൈവം പറഞ്ഞു കൊടുത്ത അളവിൽ
നോഹ ഗോഫേർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി. പെട്ടകം ഉണ്ടാക്കിയ നോഹയെ നോക്കി ജനം ചിരിച്ചു, കളിയാക്കി. നോഹ പ്രളയം വരും, എല്ലാവരും ഈ പെട്ടകത്തിനകത്ത് കയറണമെന്ന് പലതവണ പറഞ്ഞെങ്കിലും ഒരാൾ പോലും അത് വിശ്വസിക്കുവാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഒരു ദിവസം പ്രളയം കടന്നു വന്നു. സകല ജീവജാലങ്ങളും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഈ പ്രളയത്തിന്റെ സമയത്ത് നോഹയുണ്ടാക്കിയ പെട്ടകത്തിന്റെ വശത്തൊരു വാതിലുണ്ടായിരുന്നു. ആ വാതിലിലൂടെ അകത്തു പ്രവേശിച്ച മനുഷ്യനും മൃഗങ്ങളും ജീവജാലങ്ങളും രക്ഷപ്രാപിച്ചു. 8 പേരാണ്, നോഹയും നോഹയുടെ ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും. 8 പേര് ആ പെട്ടകത്തിൽ കയറി. അവർ മാത്രമാണ് ആ പ്രളയത്തെ അതിജീവിച്ചത്. വാഗ്ദത്ത ദേശത്തേക്ക് കടന്നുപോയ ഇസ്രായേൽ ജനം ഏകദേശം 40 ലക്ഷത്തോളം ജനം ഇറങ്ങിത്തിരിച്ചിട്ട് ആ ഇറങ്ങിത്തിരിച്ച 40 ലക്ഷത്തിൽ നിന്നും 2 പേര്, കാലബും ജോഷുവയും ഒഴികെ ഒരാൾ പോലും വാഗ്ദത്ത ദേശത്ത് എത്തിയില്ല. മറുതലിച്ചു ദൈവത്തോട്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് കാൽവരിയുടെ നെറുകയിൽ കുരിശാകുന്ന ഒരു പെട്ടകം ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. ആ കുരിശാകുന്ന പെട്ടകത്തിൽ യേശുക്രിസ്തുവിന്റെ ചങ്ക് പിളർന്നു. അവിടെ നിന്ന് രക്തമൊഴുകി, വെള്ളമൊഴുകി. ഓർത്തുകൊള്ളുക, ആ പിളർന്ന പാറ പോലെ യേശുക്രിസ്തുവിന്റെ നെഞ്ച് കുത്തിത്തുളച്ചു. വശത്തൊരു വാതിൽ, നോഹയുടെ പെട്ടകത്തിന് ഒരു വാതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ നെഞ്ചില് വശത്ത് ഒരു മുറിവുണ്ടായി. ആ മുറിവിലൂടെ രക്തമൊഴുകി. ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപത്തെ കഴുകി വിശുദ്ധീകരണം പ്രാപിച്ച് ആ നെഞ്ചിലൂടെ, ആ മുറിവിലൂടെ അകത്തു പ്രവേശിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും. കർത്താവിലേക്ക് നോക്കുന്നവരെല്ലാം കുത്തി മുറിവേൽപ്പിച്ചവനെ എന്നതുപോലെ ഇസ്രായേൽ ജനം യേശുക്രിസ്തുവിനെ നോക്കി നിൽക്കുന്ന ഒരു ദിനമുണ്ടാകും എന്ന് സക്കറിയ പ്രവാചകൻ പറഞ്ഞതുപോലെ ഓർത്തുകൊള്ളുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ കാൽവരിയിൽ കുരിശാകുന്ന പെട്ടകം യേശുക്രിസ്തുവിന്റെ നെഞ്ചിലെ മുറിവിലൂടെ അകത്തു പ്രവേശിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവനിലെത്തും. പഴയ നിയമം എടുത്താൽ ചെങ്കടൽ പിളർക്കുന്ന സമയം ചെങ്കടലിലൂടെ ഒരു പുതിയ പാത തുറന്നു, രക്ഷയിലേക്ക് ഒരു വഴി തുറന്നു എന്ന് പഴയ നിയമം പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ നിഴലായി ചെങ്കടലിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനം രക്ഷപ്രാപിച്ചു. ഹല്ലേലൂയ. കുരിശിൽ യേശുക്രിസ്തു രക്തം ചിന്തി അവന്റെ ചങ്ക് പിളർന്നപ്പോൾ സ്വർഗത്തിലേക്കുള്ള പുതിയ പാത ദൈവം തുറന്നു തന്നു. ചെങ്കടൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നിഴലായിരുന്നെങ്കിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് ആ ചെങ്കടലിലൂടെ കഴുകി വിശുദ്ധീകരണം പ്രാപിച്ച് അവര് ചെങ്കടൽ വിഭജിക്കപ്പെട്ട സമയത്തുണ്ടായ ആ പുതിയൊരു പാതയിലൂടെ അവർ പ്രവേശിച്ചത് വാഗ്ദത്ത ദേശത്തേക്കാണ്. ഇവിടെ പിളർന്നത് യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. ജെറുസലേം ദേവാലയത്തിന്റെ വിരി മുകൾ തൊട്ട് താഴെ വരെ കീറി മാറി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരമാണ് കീറിയത്. അത് സ്വർഗത്തിലേക്കുള്ള ഒരു പുതിയ പാത നമ്മുടെ മുമ്പിൽ തുറന്നു തരുവാൻ വേണ്ടിയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:6 പറയുന്നു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ പ്രതികൂലങ്ങള് നമ്മൾ കാണുമ്പം, വെനിസുലായിലെ ഭൂകമ്പം നമുക്ക് ദൈവം ഇളക്കമില്ലാത്ത ഒരു രാജ്യത്തിലേക്കുള്ള വിളിയായിട്ട് നമ്മൾ കാണണം. അതുകൊണ്ട് ഇനി ഒരു വിശ്വാസി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് പ്രകൃതി പോലും നമ്മുടെ മുമ്പിൽ അടയാളങ്ങള് കാണിച്ചു തരുമ്പോൾ വിശ്വാസികളായ നമ്മള് ഭയപ്പെടരുത്. യേശുക്രിസ്തു എൻ്റെ കൂടെയുണ്ട് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. യേശു എൻ്റെ ദൈവമാ, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. വചനം സത്യമാ, ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ ജീവിതം എൻ്റെ യേശുക്രിസ്തുവിനായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഒരു ഉടമ്പടി ദൈവവുമായി ചെയ്യണം. ഉടമ്പടി, യേശുക്രിസ്തുവിന്റെ രക്തവുമായിട്ടുള്ള പുതിയ ഉടമ്പടി ഇന്ന് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുക്കണം.
അതുപോലെ തന്നെ ഓരോ ദിവസവും അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും ഉള്ള ഒരു അവകാശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. കാരണം യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധി കൂടാതെ ദൈവത്തെ നമുക്ക് കൂട്ടിമുട്ടുവാനോ ദർശിക്കുവാനോ സാധിക്കുകയില്ല എന്ന് എബ്രായ ലേഖനം 12:11 പഠിപ്പിക്കുന്നു, 12:14 നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുതന്നെയാണ് 1 പത്രോസ് 1:16 പത്രോസ്ലീഹ പറയുന്നത്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുവിനെന്ന് ദൈവം പറയുകയാണ്. കാരണം ജീവിക്കുന്ന ദൈവം യേശുക്രിസ്തു പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ ആ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശുക്രിസ്തു പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധിയിൽ ജീവിക്കണം. കാരണം നമ്മുടെ വിശുദ്ധിക്കെതിരെ സാത്താൻ എന്നും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കും. അവൻ കള്ളനാണ്, അവൻ നശിപ്പിക്കുവാൻ നോക്കുന്ന നുണയുടെ പിതാവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണം. പിന്നെ സഭയുടെ ഏറ്റവും വലിയൊരു ദൗത്യം എന്ന് പറയുക സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. സകല സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം പറയണമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോൾ, സകലരെയും നിങ്ങൾ ശിഷ്യപ്പെടുത്തണം എന്ന് പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ ഒരു ഗ്രേറ്റ് കമാൻഡ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. സകലരോടും ഈ സത്യസുവിശേഷം പറയണം. കാരണം ഒരാൾ പോലും യേശുക്രിസ്തുവിനെ അറിയാതെ നഷ്ടപ്പെട്ടു പോകരുത്, സാത്താന്റെ കെണിയിൽ വീഴരുത്, മതങ്ങളുടെ കെണിയിൽ വീഴരുത് എന്ന സത്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന ശക്തമാക്കണം. അവസാന ഈ കാലഘട്ടത്തില് സഭ പ്രാർത്ഥനയിൽ ഒരുങ്ങി ശക്തിപ്പെടണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് കർത്താവിന്റെ ദിവസം വരുന്നു എന്നാണ്. എന്നാൽ പുതിയ നിയമത്തിൽ സുവിശേഷം പഠിക്കുമ്പം യേശുക്രിസ്തു വന്നു. ഇപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുകയാണ്. എന്തിന്? ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി. ഹല്ലേലൂയ. ലേഖനങ്ങള്, പുതിയ നിയമത്തിലെ ലേഖനങ്ങള് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നു. അശുദ്ധിയിലേക്കല്ല നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്, വിശുദ്ധിയിലേക്കാണ് എന്ന് പഠിപ്പിക്കുകയാണ്. വീണ്ടും വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് യേശുക്രിസ്തു തന്നെ പറയുകയാണ്, അല്ലെ? യേശുക്രിസ്തു വീണ്ടും വരുന്നു എന്ന സന്ദേശം നമ്മുടെ മുമ്പിൽ കടന്നു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വീണ്ടും ഞാൻ ഭൂമിയെ ഒരിക്കൽ കൂടെ, ഭൂമിയെയും ആകാശത്തെയും കരയെയും കടലിനെയും ഒക്കെ ഇളക്കും എന്ന് പറയുമ്പം, ഇനി വീണ്ടും ഭൂമിയെ ദൈവം ഇളക്കുന്നതിന് മുമ്പ് ദൈവം നമ്മുടെ ഹൃദയത്തെ ഇളക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ആകാശത്തെ അടയാളങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സാക്ഷിയോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകം എന്താ പറയുക, ഭയപ്പാടോടുകൂടി പല വാർത്തകളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു വിശ്വാസി പ്രത്യാശയോടെ കുരിശിലേക്ക് നോക്കണം. കാൽവരിയിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കുരിശാകുന്ന പെട്ടകത്തിലുള്ള യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കണം. അവന്റെ മുഖത്തേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് സങ്കീർത്തനം 34 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഭൂമി കുലുങ്ങിയാലും ആകാശം ഇളകിയാലും യേശുക്രിസ്തുവിൽ നിലനിൽക്കുന്നവൻ ഒരിക്കലും കുലങ്ങുകയില്ല എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ലോകം ഇന്ന് പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയമാണ്, അല്ലെ? ഇറാനും മറ്റു അമേരിക്കയും ഇസ്രയേലും പല രാജ്യങ്ങളിൽ യുദ്ധം നടക്കുകയാണ്. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് യുദ്ധമല്ല, പ്രകൃതി സംഭവങ്ങളല്ല, ഈ പ്രകൃതിയിൽ കാണുന്ന അടയാളങ്ങളല്ല. അവന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. നമുക്ക് വേണ്ടി സ്വർഗം തുറന്നിറങ്ങി വന്നവൻ, നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചവൻ, 3-ാം ദിവസം പറഞ്ഞതുപോലെ ഉത്ഥാനം ചെയ്ത് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുക്രിസ്തു നമുക്കൊരു വാഗ്ദാനം നൽകിയില്ലേ, ഞാൻ വീണ്ടും വരും. അതിനാൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഓരോ സംഭവങ്ങളും ദൈവത്തിന്റെ വചനവും ഒക്കെ നമ്മളെ ഭയത്തിലേക്കല്ല നയിക്കേണ്ടത്, മറിച്ച് വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും സുവിശേഷ ദൗത്യത്തിലേക്കും നമ്മളെ നയിക്കണം. കാരണം എന്തെന്നറിയാമോ? ഈ ആകാശം ഇല്ലാതെയാകും, ഈ ഭൂമി ഇല്ലാതെയാകും, എന്നാൽ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നത് ഒന്നു മാത്രമാണ്. അതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24:35 നമ്മളെ പഠിപ്പിക്കുന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നു, എന്നാൽ എൻ്റെ വചനം
വചനങ്ങൾ കടന്ന് പോവുകയില്ല. അതുകൊണ്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ ഹൃദയത്തിൽ എടുത്തു വെക്കണം. ഇല്ലേ? ബൈബിളില് ഹഗ്ഗായി പ്രവചനം 2-ന്റെ 7-ലും 6-ഉം 7-ലും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെയും ആകാശത്തെയും ഇളക്കും എന്ന് പറഞ്ഞത് തന്നെ എബ്രായ ലേഖനം 12-ന്റെ 26-ല് വീണ്ടും അത് പറഞ്ഞതിന് ശേഷം 27, 28 വാക്യങ്ങളിൽ എന്താ പറയുന്നത്? ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ്. ഇനി ഇളക്കപ്പെടാൻ പാടില്ലാത്തത് നിലനിൽക്കാൻ വേണ്ടിയാണ് എന്ന് വചനം വ്യക്തമാക്കുമ്പോൾ സുസ്ഥിരമായ ഇളകാത്ത ഒരു രാജ്യം നമുക്ക് ലഭിച്ചതിൽ നമുക്ക് നന്ദി ഉള്ളവരായി ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭക്തിയോടെ, ഭക്തി ആദരവോടെ നമുക്ക് സമർപ്പിക്കാം എന്ന് ബൈബിള് അല്ലെങ്കിൽ ഈ വചനം എബ്രായ ലേഖനം 12-ന്റെ 28 നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, യേശു ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി നമ്മൾ മാറണം. യേശു ക്രിസ്തുവിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനായി ഒരുങ്ങുവാനുള്ള വിളിയായി മാത്രമേ ഈ പ്രകൃതിയുടെ ഈ സംഭവ വികാസങ്ങളെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാവൂ. ഇല്ലേ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ന്റെ 36-ല് 2ാമത്തെ വരവിന്റെ ആ ഒരു കാര്യം പറയുന്നത് എന്താണ്? ആ ദിവസവും സമയവും ആരും അറിയുന്നില്ല. അത് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള കാര്യമാണ്. അത് യേശുക്രിസ്തുവിന് പോലും അറിയില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുമ്പോൾ നമ്മൾ ഒരുങ്ങണം. സന്തോഷത്തോടുകൂടി നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. ആൽഫയും ഒമേഗയുമായവൻ, തുടക്കവും ഒടുക്കവുമായവൻ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആദിയും അന്തവുമായ കർത്താവിന് വേണ്ടി, ആ കർത്താവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അവൻ വീണ്ടും വരും. നമ്മളെ ചേർത്ത് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലമുണ്ട്. ഞാൻ അവിടെ പോയി സ്ഥലം ഒരുക്കിയതിന് ശേഷം വന്ന് നിങ്ങളെയും ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും എന്ന് നമ്മളോട് വാക്കു പറഞ്ഞവൻ, വാഗ്ദാനം ചെയ്തവൻ വീണ്ടും വരും. വീണ്ടും വരുന്നതിന് മുമ്പ് നമുക്ക് ഒരുങ്ങുവാനുള്ള സമയമായി. പ്രകൃതി ദുരന്തങ്ങളെ അല്ലെങ്കിൽ പല കാര്യങ്ങളെയും നമ്മൾ കാണുമ്പോൾ ഈ ലോകം നമ്മളെ മറ്റു പലതിലേക്കും കൊണ്ടുപോകും. ആ ലോകത്തിന്റെ മോഹങ്ങളിൽ നമ്മൾ വീഴരുത്. ഫുട്ബോളുകളെയോ ക്രിക്കറ്റുകളെയോ ഇതൊക്കെ നല്ലത് തന്നെയാണ്, അതിനെ ഒന്നും നമ്മൾ വിമർശിക്കുന്നില്ല. പക്ഷെ അതിലും ഉപരിയായി യേശു ക്രിസ്തുവിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എൻ്റെ യേശു എൻ്റെ ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിച്ച് കർത്താവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. 2033 എന്ന് പറയുക യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷം 2000 വർഷം പൂർത്തീകരിക്കുന്ന സമയമാണ്. ഓരോ 2000 വർഷത്തിലും വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഭൂമിയിൽ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ ദൈവത്തിന് ജനമേ, ഈ 2000 വർഷം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഒരുങ്ങുവാനുള്ള സമയമായി. ദൈവവചനത്തിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ഒരു എന്താ പറയുക, വളരെ വ്യക്തമായ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിന്നുള്ള ദൈവവചനത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുള്ള യേശുക്രിസ്തുവിന്റെ ആ മുഖത്തേക്ക് നോക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും കാൽവരിയിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.